ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താൻ പോലീസ്. പ്രതി ചാടിപ്പോയ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ 3 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് മുംബൈയിൽ നിന്നും വിനീഷിനെ പിടികൂടാനായത്. ഷഹദ് റഹ്മാൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹദ്, അതിക്രൂരനായൊരു കൊലപാതകയാണ്. നാളുകൾ വിദഗ്ധമായി ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് അയാളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും ഷഹദ്? ഷിയാസ്, ശ്രുതി, ഗുഡ് മോർണിംഗ്. അതായത് ഈ പ്രതിയായിട്ടുള്ള വിനീഷ് പല ഘട്ടങ്ങളിൽ ഈ മാനസിക പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പല ഘട്ടങ്ങളിൽ, അതായത് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ പ്രതിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന അടുത്ത ദിവസങ്ങളിൽ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇയാൾ ഒരു നാടകമാണോ കാഴ്ചവെക്കുന്നത് എന്ന സംശയം ഇപ്പോൾ പോലീസിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 14 ദിവസത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ ജയിലിലാണ് പ്രതിയുള്ളത്. കണ്ണൂർ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ളത് പ്രതി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയതുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിലാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകണം. അത് വിഷു കഴിഞ്ഞിട്ടായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്ന കാര്യമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മെ അറിയിച്ചിട്ടുള്ളത്. വിഷു കഴിഞ്ഞാൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. അതായത് 3 ദിവസത്തേക്കായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രതിയെ ആദ്യഘട്ടത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകും. മാത്രവുമല്ല, എങ്ങനെയാണ് ഇയാൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട്, അതായത് ഡിസംബർ 29-ാം തീയതിയാണ് ഇയാൾ ഈ സെല്ലിൽ നിന്നും പുറത്തു ചാടുന്നത്. അതിന് ഏകദേശം ഒരു 2 ആഴ്ച മുൻപാണ് ഇയാളെ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു ചുമര് എങ്ങനെയാണ് ഇയാൾ തുറന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കണം. മാത്രമല്ല, പുറത്തുനിന്ന് ആരുടെയും സഹായം, അതായത് ഈ സെല്ലിന്റെ ഉള്ളിൽ തന്നെയുള്ള പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും സഹായം ഇതിന് ലഭിച്ചിട്ടുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളിലും പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. നിലവിൽ ഇപ്പോൾ ഇയാളെ കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.